ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 5 സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കൊളാഷ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എർത്ത് പറ്റിയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. earthquake in Indonesia, tsunami likely, coastal community alerted, the heart of Kottarakara resident transported from Thiruvananthapuram is brought to Kochi in air ambulance for transportation. Chief Minister holds emergency video conference with district collectors to coordinate flood relief activities. അപ്പോൾ ഇതൊക്കെ എന്താണ്? നാച്ചുറൽ കലാമിറ്റീസ് ആണ്. നമുക്ക് പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ലുക്ക് അറ്റ് ദ ന്യൂസ് കൊളാഷ് cited, how could the heart be quickly transported to Kochi from തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. ബൈ എയർ ആംബുലൻസ്, മെഡിക്കൽ എക്സ്പെർട്ടൈസ് ആൻഡ് പ്രിക്കോഷൻസ്. നമ്മൾ എയർ ആംബുലൻസ് വഴിയാണ് ഇതുപോലെ ആവശ്യമുള്ള ഹേർട്ടൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇൻ വാട്ട് വേസ് വുഡ് ദ കോസ്റ്റൽ ബീൻ അലേർട്ടഡ്. ഇപ്പോൾ നമുക്ക് കടൽ തീരദേശത്തൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഫ്ലഡ് കാര്യങ്ങൾ അതുപോലെ സുനാമിയൊക്കെ വരുമ്പോൾ നമുക്ക് അവരെ അറിയിക്കണം. അപ്പോൾ ഏതൊക്കെ വേസിൽ നമുക്ക് അറിയിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ഇതിലൂടെ നമുക്കൊന്ന് പറയാം കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഹൗ വേർ ദ ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റഡ് ക്വിക്കലി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആക്ടിവിറ്റീസൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? ത്രൂ എമർജൻസി വീഡിയോ കോൺഫറൻസ് എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് എന്താ പറയുന്നത്? ഓൾ ദീസ് ഇൻസ്റ്റൻസസ് ഡെമോൺസ്ട്രേറ്റ് ദ റെലവൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. അപ്പോൾ ഇത്രയും 3 സിറ്റുവേഷൻസ്, ഇപ്പോൾ നമുക്ക് സുനാമി മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ അറിയിക്കണം. അതുപോലെ നമുക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അത് ഇപ്പോൾ കൃത്യസ്ഥലത്ത് എത്തിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതാക്കണം? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടും ട്രാൻസ്പോർട്ടേഷൻ നടത്താണ്ടും ചെയ്യാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആർ ദ മീൻസ് ഓഫ് ഓവർകമ്മിങ് ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് എമംഗ് പീപ്പിൾ. ദിസ് ഈസ് ആൻ ഇഫക്റ്റീവ് സിസ്റ്റം ടു കണക്ട് പീപ്പിൾ കൺസിഡറിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരെ, നമ്മൾ ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. നമ്മളിന്ന് ഒരുപാട് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ദൂരെയുള്ള ആൾക്കാരെ വീഡിയോ കോൾ വിളിച്ചിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷന് കൂടുതൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളത് എങ്ങനെ പോകും? ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ പല വെഹിക്കിൾസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഹെൽപ്സ് ടു മൂവ് പീപ്പിൾ ഓർ ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് അവിടെ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഐഡിയാസ് ഓർ മെസ്സേജ് ഫ്രം വൺ സോഴ്സ് ടു അനദർ. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ഒരു സോഴ്സ് വഴി നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ദിസ് ഈസ് എ പേജ് ഫ്രം നീനൂസ് പോസ്റ്റൽ സ്റ്റാമ്പ് ആൽബം. അപ്പോൾ ഇതൊരു സ്റ്റാമ്പാണ് കേട്ടോ. അപ്പോൾ അതിലെ കുറച്ച് പേജാണ്. അപ്പോൾ അത് നന്നായി നോക്കുക ചിത്രം. ദീസ് ആർ ദ സ്റ്റാമ്പ്സ് ഇഷ്യൂഡ് ബൈ ദ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ദ ഇവല്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓവർ ദ ഇയേഴ്സ്. അപ്പോൾ ഈ ഓരോ ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാമ്പാണ്. അതായത് ഓരോ വെഹിക്കിൾസ് ആണല്ലേ അതിലുള്ളത്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾ ദാറ്റ് ഫീച്ചേർഡ് ഓൺ ദ സ്റ്റാമ്പ്. അപ്പോൾ അതിലുള്ള വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് കേട്ടോ. അപ്പോൾ ഞാനതിവിടെ കൊടുക്കാം കേട്ടോ. ഏതൊക്കെയാണ്? ബലാങ്കിൻ, സ്കൂൾ റിക്ഷ, സൈക്കിൾ റിക്ഷ, ബസ്, ഡബിൾ ടക്കർ ബസ്സും അതുപോലെ തന്നെ കാറുമാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം.
ആർ ദ വെഹിക്കിൾ സീൻ ഓൺ ദ സ്റ്റാമ്പ്സ് ഈസ് നൗ യൂസ് നൗ എഡേയ്സ് ഇല്ല അല്ലേ, നമുക്കിപ്പോൾ അത് അധികം കാണാനില്ലാത്തൊരു വെഹിക്കിൾസ് ആണ് അല്ലേ അതൊക്കെ. യു നോ ദാറ്റ് മാൻ ഈസ് ദ ഓൺലി ക്രീച്ചർ ദാറ്റ് യൂസസ് വെഹിക്കിൾസ്, മനുഷ്യന്മാരാണ് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത്. ഏർലിയർ ഇൻസ്റ്റെഡ് ഓഫ് വെഹിക്കിൾസ് എനിമൽസ് ലൈക്ക് എലഫൻറ്റ്, ഹോഴ്സ്, ബുൾ ആൻഡ് ക്യാമൽ വെർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ പണ്ട് കാലത്ത് വെഹിക്കിൾസിന് പകരം നമ്മൾ എനിമൽസിനെയാണ് യൂസ് ചെയ്തിരുന്നത്. എലഫൻസ്, അതുപോലെ നമ്മളെ കുതിര, കഴുത, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. കാള, അതുപോലെ ഒട്ടകം, ഇതൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഫോർ വാട്ട് പർപ്പസ് ഡു ഹ്യൂമൻസ് യൂസ് വെഹിക്കിൾസ് ടുഡേ? ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസ് എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത്? രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ ട്രാവലിങ്ങും ടു ട്രാൻസ്പോർട്ട് ഗുഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പം നമുക്ക് എക്സ്ട്രാ നമുക്ക് എന്ത് പറയാം, നമുക്ക് നമ്മുടെ നമുക്ക് കുറച്ച് ദൂരേക്ക് നമുക്ക് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? മെയിനായിട്ട് പിന്നെ നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്കൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റ് ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ അവിടെ കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് അവിടെ പറയാം. അടുത്തത്, ഹൗ മൈറ്റ് ഹ്യൂമൻ ഹാവ് മെറ്റ് ദീസ് നീഡ്സ് ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾസ്? അപ്പം മുമ്പ് നമ്മൾ വെഹിക്കിൾസ് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ മനുഷ്യന്മാരെല്ലാം എങ്ങനെയാണ് എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ കാൽനടക്കിലെ ഓൺ ഫൂട്ട് ബൈ ക്യാരിയിങ് ഓൺ ദി ഹെഡ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ തലയിൽ ചുമക്കും, പിന്നെ യൂസിങ് എനിമൽസ്. അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് വേർ ദ ലിമിറ്റേഷൻ ഓഫ് ദീസ് മെത്തേഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ലിമിറ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മെറ്റ്. നമുക്ക് ആ ഡിമാൻഡ് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നടന്നിട്ട് ഒരുപാട് ദൂരം ബുദ്ധിമുട്ടാണ് അല്ലേ എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ലോഡ് ക്യാരി ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും ദൂരം നമുക്ക് ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇപ്പോൾ എനിമൽസിന് ഉപയോഗിക്കുന്ന നമുക്ക് നോർമൽ ഒരു വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന സ്പീഡ് കിട്ടില്ല. അപ്പോൾ ഹ്യൂമൻസ് ഡെവലപ്ഡ് വെഹിക്കിൾസ് ടു ഓവർകം ദ ലിമിറ്റേഷൻസ് മെൻഷൻഡ് എബോവ്. അപ്പോൾ ആ ലിമിറ്റേഷൻസ് ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെഹിക്കിൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾസ് ബിക്കം ദ ബേസിസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പോൾ വെഹിക്കിൾസ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ദൂരം നടക്കുക എന്ന് പറയുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മളൊരു വെഹിക്കിളോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അടുത്തത് ഫ്രം വീൽ ടു വെഹിക്കിൾ ആണ് കേട്ടോ. The invention of the wheel which changed the lives of human beings did not happen in a single day. Realizing that rolling object on a rounded wooden log would make it easier to carry, people made wheels by making the log smaller and smaller. അപ്പോൾ നമ്മൾ ചക്രം കണ്ടുപിടിച്ചു. അപ്പോൾ അതായത് ഇൻവെൻഷൻ ഓഫ് വീൽ വിച്ച് ചേഞ്ച് ദ ലിവ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ നമ്മൾ ചക്രം കണ്ടുപിടിച്ചതോടുകൂടി നമ്മുടെ ഹ്യൂമൻസിൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ് അതിങ്ങനെ പറയാൻ കാരണം, നമുക്ക് കൂടുതലും ലോഡ്സൊക്കെ അതിലൂടെ ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഇപ്പോഴാണ് വെഹിക്കിൾസ്, അന്ന് നമ്മൾ വീൽസ് ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും ഇപ്പം നിങ്ങൾ ഫിഗറിലൊക്കെ കാണുന്ന പോലെ കേട്ടോ. അപ്പോൾ റിയലൈസിങ് ദാറ്റ് റോളിംഗ് ഒബ്ജക്റ്റ് ഓൺ എ റൗണ്ട് വുഡൻ ലോഗ് വുഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു ക്യാരി. അപ്പം ഇങ്ങനെ നമ്മൾ ഇതിൽ കൂടെ ഇപ്പോൾ ഒരു വുഡൻ ലോഗ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്താണോ ഇങ്ങനെ കയറ്റി കൊടുക്കേണ്ടത് അത് അതിൽ കൂടെ ഇങ്ങനെ റോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറ്റി കൊടുക്കാൻ പറ്റുമെന്ന് അവർ മനസ്സിലാക്കി. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, വീൽസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ദ പിക്ചർ ഷോസ് ദ പാർട്സ് ഓഫ് 4500 year old wheel found on the shores of Lake Zurich in Switzerland in 1976. Part of this wheel made of maple planks is preserved in the Swiss National Museum. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് മെസപ്പൊട്ടാമിയനെ പറ്റിയിട്ടാണ് പറയാനുള്ളത് കേട്ടോ.
So Mesopotamia, the Mesopotamians are believed to have made wheels about 5,000 years ago. The wheels they made are of 3 thick planks joined together with copper nails pierced into leather straps. അപ്പോൾ ഈ മെസപ്പൊട്ടാമിയൻസ് ആണ് എന്ത് ചെയ്തിരുന്നത്? നമ്മുടെ ഈ വീൽസ് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. മെസപ്പൊട്ടാമിയൻസ് ആണ് നമ്മുടെ വീൽസ് അവരുടെ അല്ലെങ്കിൽ അവർ ബിലീവ് ചെയ്തിരുന്നത്. മെസപ്പൊട്ടാമിയൻസ് ആർ ബിലീവ് ടു ഹാവ് മെയ്ഡ് വീൽസ് അബൌട്ട് 5,000 ഇയേഴ്സ് അഗോ. അപ്പോൾ അവരാണ് കണ്ടുപിടിച്ചത് നമ്മൾ ബിലീവ് ചെയ്യുന്നത്. ദ വീൽസ് ദേ മെയ്ഡ് വെയർ ഓഫ് 3 thick planks. അപ്പോൾ അവരുണ്ടാക്കിയിട്ടുള്ള വീൽസിൽ എന്താ ഉണ്ടാവുക? 3 thick planks ജോയിൻ ചെയ്തേക്കാണ് കോപ്പർ നെയിൽസും അതേപോലെ ലെതർ സ്ട്രാപ്സിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ. അപ്പോൾ ദ ഈജിപ്ഷ്യൻസ് ആൻഡ് റോമൻസ് ഇംപ്രൂവ്ഡ് ദ വീൽസ് ഫർദർ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈജിപ്തും റോമൻസും എന്ത് ചെയ്യും? വീൽസിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവരാൻ തുടങ്ങി. The Mesopotamian culture has flourished in the region in and around the present day Iraq. This area lies between the river Euphrates and Tigris. The river Mesopotamia means the land between two rivers. അപ്പോൾ റിവർ മെസപ്പൊട്ടാമിയത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലാൻഡ് ആണ്, ബിറ്റ്വീൻ 2 rivers എന്നാണ് കേട്ടോ. അപ്പോൾ അടിയിൽ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിക്ചർ നന്നായി നോക്കുക കേട്ടോ. The image given show how wheels were used for transportation in the past. What information can be obtained from this? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഇൻഫോർമേഷനാണ് കിട്ടുന്നത്? ആദ്യത്തെ 2 ഫിഗറിൻ്റെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും ഫിഗർ കാണിക്കുന്നില്ല, നിങ്ങൾ നോക്കുക. അപ്പോൾ വീൽഡ് കാർട്ട്സ് വെർ പുൾഡ് ബൈ ഹ്യൂമൻസ്. അപ്പോൾ ഹ്യൂമൺ ആണ് അത് എന്ത് ചെയ്യുന്നത്? വലിച്ചുകൊണ്ട് വരുന്നത് അല്ലേ. സെക്കൻഡോ വീൽഡ് കാർട്ട്സ് വെർ പുൾഡ് യൂസിങ് എനിമൽസ്. സെക്കൻഡ് എന്താണ് യൂസ് ചെയ്യുന്നത്? എനിമൽസ് ആണ് പുൾ ചെയ്യുന്നത്. തേർഡോ ഹ്യൂമൻസ് ട്രാവൽഡ് ഇൻ വീൽഡ് കാർട്ട്സ്. അതായത് നമ്മൾ ഹോഴ്സ് വലിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ ആര് ട്രാവൽ ചെയ്യുന്നുണ്ട്? ഹ്യൂമൻസ്. ഫോർത്ത് എന്താ? ഇൻ വീൽഡ് കാർട്ട്സ് പീപ്പിൾ ട്രാവൽഡ് ആൻഡ് ക്യാരിഡ് ഗുഡ്സ് അലോങ് വിത്ത് ദം. അതായത് എനിമൽസ് നമ്മുടെ പീപ്പിൾസിനെ ക്യാരി ചെയ്യുന്നുണ്ട്, അതുപോലെ ഗുഡ്സിനെയും ക്യാരി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏർലിയർ ബോത്ത് ഹ്യൂമൻ ഡ്രോൺ ആൻഡ് എനിമൽ ഡ്രോൺ വീൽഡ് കാർട്ട്സ് were used for various purposes of transportation. Such wheeled carts were used to transport goods and for moving humans from one place to another. Later, fuel-powered machines were invented. With the advent of mechanized vehicles, there have been big changes in the field of transportation. Gradually, different mode of transportation came into practice to move goods and people ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ നമുക്ക് റോഡിലൂടെ മാത്രമാണോ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്? അല്ല, എയറിലൂടെ നടക്കുന്നുണ്ട്, വാട്ടറിലൂടെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡ്രോ പിക്ചേഴ്സ് ഷോയിങ് ദ പ്രോഗ്രസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ദ വീൽ ടു വെഹിക്കിൾ ആൻഡ് കണ്ടക്ട് എക്സിബിഷൻ ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങളോട് പിക്ചർ വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു വീല് വരച്ചു കൊടുക്കുക, പിന്നെ നിങ്ങൾക്ക് എന്താ എനിമൽസിൻ്റെ ഏതെങ്കിലും ഫിഗർ കൊടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ എനിമൽസ് ഇങ്ങനെ കുതിരവണ്ടി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലോഡും അതും കൂടി ക്യാരി ചെയ്യണത്. പിന്നെ നോർമലി സൈക്കിള് വന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നല്ല മോഡേൺ ആയിട്ടുള്ള വെഹിക്കിൾസ്, സൈക്കിൾ റിക്ഷ വരച്ചു കൊടുക്കാം കേട്ടോ. സൈക്കിൾ റിക്ഷ വരച്ചു കൊടുക്കാം, പിന്നെ ഓട്ടോ റിക്ഷ, പിന്നെ ലാസ്റ്റ് നമ്മൾ സൈക്കിള്, പിന്നെ അവിടുന്ന് ബൈക്ക്, പിന്നെ കാറ്, അങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ചോയ്സ് ആണത്. അടുത്തത് പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വി യൂസ് ടുഡേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റോഡ് ട്രാൻസ്പോർട്ട് മാത്രമല്ല ഉള്ളത്, നമുക്ക് എന്തുണ്ട്? അതായത് ലാൻഡ് ട്രാൻസ്പോർട്ട് കേട്ടോ, വാട്ടർ ട്രാൻസ്പോർട്ടും ഉണ്ട്, എയർ ട്രാൻസ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഈ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടും. വാട്ടർ ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ് ഇൻലാൻഡ് ട്രാൻസ്പോർട്ടും മാരിടൈം ട്രാൻസ്പോർട്ടും. എയർ ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ് നാഷണൽ എയർവേസും ഇൻ്റർനാഷണൽ എയർവേസും. പഠിച്ചു വെക്കുക കേട്ടോ. ചിലപ്പോൾ എക്സാമിനൊക്കെ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഡാഷ് ഇട്ടിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയണം. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ലാൻഡ് ട്രാൻസ്പോർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ലാൻഡ് ട്രാൻസ്പോർട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. നമുക്ക് ലാൻഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുന്നതാണ് അല്ലേ. കാർ, ബൈക്ക്, സൈക്കിളൊക്കെ അതിൽ പെടും. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ മേജർ മോഡ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഫ്രം ദി ഫ്ലോ ചാർട്ട്. ഏതൊക്കെയാണ് മേജർ മോഡ്? റോഡ് ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ റെയിൽ ട്രാൻസ്പോർട്ടും. അപ്പോൾ അത് അവിടെ എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ ഇനി റോഡ് ട്രാൻസ്പോർട്ടിനെ പറ്റിയിട്ട് നോക്കാം. ഡോണ്ട് വി നീഡ് റോഡ്സ് ഫോർ ദ സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ്. അപ്പോൾ വെഹിക്കിൾസ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത്
ആയിട്ടുള്ള റോഡ് വേണം. നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് പലപ്പോഴും പൊട്ട റോഡുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആക്സിഡൻസ് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. ഒബ്സർവ് ദ ഇമേജസ് ഗിവൺ ബിലോ റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് റോഡ്സ്. അപ്പോൾ സിംഗിൾ ട്രാക്ക് പാത്ത്, മഡ് പാത്ത്, പിന്നെ സ്റ്റോൺ പേവ്ഡ് പാത്ത്, പിന്നെ കോൺക്രീറ്റ് റോഡ് കുഴപ്പമില്ല, പിന്നെ ടാർഡ് റോഡ് കേട്ടോ. അപ്പോൾ സിംഗിൾ ട്രാക്ക് പാത്ത് ആൻഡ് മഡ് പാത്ത് വെർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ആൻഷ്യൻ ടൈം. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, അത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ് നമ്മളെ സിംഗിൾ ട്രാക്ക് പാത്തും അതുപോലെ തന്നെ മഡ് പാത്തും. ഓവർ ദി പാസേജ് ഓഫ് ടൈം സ്റ്റോൺ പേവ്ഡ് പാത്ത്സ്, കോൺക്രീറ്റ് റോഡ്സ് ആൻഡ് ടാർഡ് റോഡ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ടാർഡ് റോഡും കോൺക്രീറ്റ് റോഡൊക്കെ വന്നു എന്നാണ് അവർ പറയുന്നത്. മക്കഡാം റോഡ്സ് കേട്ടോ. Scottish engineer JLMC Adam pioneered the modern type of road construction around 1820. The roads constructed using crushed stone level by road roller machines are known as macadam roads. അപ്പോൾ എന്താണ് റോഡ്സ് എന്ന് പറയുക? ക്രഷ്ഡ് സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കുന്ന റോഡ്സ് ആണ്. എന്നിട്ട് അത് ലെവൽ ചെയ്യുന്നത് റോഡ് റോളർ മെഷീൻ യൂസ് ചെയ്തിട്ടാണ്. മനസ്സിലായി? നമ്മൾ ക്രഷ്ഡ് സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ആ റോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ലെവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു റോഡ് റോളർ മെഷീൻ ആണ് കേട്ടോ. അവർ കൺട്രി ഹാസ് എ വൈഡ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് റൂറൽ റോഡ്സ്, സ്റ്റേറ്റ് ഹൈവേസ്, നാഷണൽ ഹൈവേസ് ആൻഡ് എക്സ്പ്രസ് ഹൈവേസ്. അപ്പോൾ നമ്മുടെ കൺട്രിയിൽ ഇതൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യ ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് റോഡ് ഇൻ ദ വേൾഡ്. വേൾഡിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് നെറ്റ്വർക്കാണ് റോഡിൻ്റെ കേസസിൽ നമ്മുടെ ഇന്ത്യ. റോഡ് ട്രാൻസ്പോർട്ടേഷൻ പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എൻഷുറിംഗ് ദ സോഷ്യോ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ വലിയ ഒരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് അല്ലേ. അടുത്തത് മേജർ ഹൈവേസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മേജർ ഹൈവേസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് എ നാഷണൽ ഹൈവേ ദാറ്റ് കണക്ട് ഇന്ത്യസ് മേജർ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ ഹബ്സ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈവേ എന്തിനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയലും അഗ്രികൾച്ചർ ഹബ്സിനെയും കണക്ട് ചെയ്യാണ് ഇന്ത്യയിലത്തെ. ദിസ് റൂട്ട് പാസസ് ത്രൂ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ആൻഡ് കവേഴ്സ് 12 സ്റ്റേറ്റ്സ്. അപ്പോൾ ഏതിൽ കൂടെ ഒക്കെ പാസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ്സിൻ്റെ നെയിമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു 12 സ്റ്റേറ്റ്സ് അവർ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. North, South and East West corridors. The North South corridor connects Srinagar with Kanyakumari and East West corridor connects Silchar with Porbandar. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് എക്സാമിനൊക്കെ അതെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏതായിട്ട് കണക്ട് ചെയ്യണം എന്നൊക്കെ പറയാൻ അറിയണം. അപ്പോൾ അടുത്തതൊരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. നമ്മൾ പല വെഹിക്കിൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഷോയിങ് ദ ഇവല്യൂഷൻ ഓഫ് വീൽഡ് വെഹിക്കിൾസ്, ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ് റിഗാർഡിംഗ് ദ ചേഞ്ചസ് ഇൻ റോഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ടിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് വെഹിക്കിൾസ് ആൻഡ് റോഡ്സ് ഓൾഡ് ആൻഡ് ന്യൂ, മേക്ക് ആൻ ആൽബം. അപ്പോൾ നിങ്ങളോട് പഴയതും പുതിയതുമായിട്ടുള്ള വെഹിക്കിൾസിൻ്റെ ഫോട്ടോ കളക്ട് ചെയ്തിട്ട് ആൽബം. അപ്പോൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് റോഡ് ട്രാൻസ്പോർട്ട് ഹാസ് ചേഞ്ച്ഡ് ഗ്രേറ്റ്ലി ഓവർ ദ ഇയേഴ്സ്. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ദ ബിഗിനിങ് പീപ്പിൾ റിലൈഡ് ഓൺ അൺപേവ്ഡ് പാത്ത്സ് ആൻഡ് എനിമൽ ഡോൺ കാർഡ്സ്. പണ്ടൊക്കെ നമ്മൾ അധികം പേയ്മെൻ്റ് ഒന്നും ഇടാത്ത റോഡാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ ഈ എനിമൽ കാർഡ്സ് ഒക്കെയാണ് നമ്മൾ വെഹിക്കിളായിട്ട് യൂസ് ചെയ്തിരുന്നത്. വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ഇൻ ദ ലേറ്റ് 19th century, റോഡ്സ് വെർ ഗ്രാജുവലി പേവ്ഡ് ടു ഹാൻഡിൽ ദ ന്യൂ ട്രാഫിക്. അപ്പോൾ പുതിയ ഒരു കണ്ടുപിടുത്തലും എല്ലാം എന്താണ് മോട്ടോർ വെഹിക്കിൾസ് കണ്ടുപിടിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് റോഡൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. മേക്കിംഗ് ട്രാവൽ ഫാസ്റ്റർ ആൻഡ് സേഫർ. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്നോവേഷൻസ് ലൈക്ക് ബസ്സസ്, ട്രക്സ് ആൻഡ് ലേറ്റർ ഹൈവേസ് transportation make it easier for people and goods to move across longer distance. Today, road transportation is more efficient with advanced vehicles, traffic management system and infrastructure designed to accommodate high-speed travel and large volume of traffic. അപ്പോൾ ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെഹിക്കിൾസ് നമ്മൾ ഇൻവെൻറ്റ് ചെയ്തു അല്ലേ. നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് പല സ്ഥലത്തേക്ക് എത്താം. ഈ വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്ക് എന്ത് വന്നു? ട്രാഫിക് എന്നൊരു സംഭവം വന്നു. അപ്പോൾ അത് കൺട്രോൾ ചെയ്യേണ്ടതും നമ്മുടെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് കേട്ടോ. അപ്പോൾ അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, ആക്സസബിൾ ടു ഓൾ സെക്ഷൻ ഓഫ് പീപ്പിൾ, ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ്. അപ്പോൾ എക്സ്ട്രാ ഞാനിവിടെ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. അടുത്തത് റെയിൽ ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദ സൈറ്റ് ഓഫ് എ ട്രെയിൻ അറൗസസ് ദ ക്യൂരിയോസിറ്റി ഓഫ് പീപ്പിൾ ഓഫ് ഓൾ ഏജ് ഗ്രൂപ്പ്സ്. ഇറ്റ് ഈസ് ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓൺ ലാൻഡ്. അപ്പോൾ ലാൻഡിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടേഷനെക്കാട്ടി കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഒരു ഫാസ്റ്റ് വേഗം എത്താൻ പറ്റും അല്ലേ. നമുക്ക് ട്രെയിനിൽ പോവുകയാണെങ്കിൽ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യും. ദ റെയിൽവേ സിസ്റ്റം വാസ് ലോഞ്ച്ഡ് ഫസ്റ്റ് ഇൻ ബ്രിട്ടൻ. ആദ്യമായിട്ട് റെയിൽവേ സിസ്റ്റം ലോഞ്ച് ചെയ്തത് ബ്രിട്ടനിലായിരുന്നു. The locomotive train came into being with the invention of steam engine. സ്റ്റീം എഞ്ചിൻ്റെ ഇൻവെൻഷനോട് കൂടിയാണ് വന്നത്. ഇൻ 1825 ജോർജ് സ്റ്റീഫൻസൺ ബിൽഡ് ദ ഫസ്റ്റ് ലൊക്കോമോറ്റീവ് ട്രെയിൻ എഞ്ചിൻ ഇൻ ബ്രിട്ടൻ. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം ആ ട്രെയിൻ ബിൽഡപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. കോൾ വാസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ടു റൺ ഇറ്റ്. അപ്പോൾ അത് ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്തിരുന്നത്? കോളാണ് യൂസ് ചെയ്തിരുന്നത്. ലേറ്റർ ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഡീസൽ എൻജിൻസ് ആൻഡ് ഇലക്ട്രിക് എൻജിൻസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഡീസൽ എൻജിനും ഇലക്ട്രിക് എൻജിനും ആണ് ട്രെയിൻ ഓടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. In 1825, the world's first rail track was built connecting the cities of Staunton and Darlington in England. അപ്പോൾ അന്നാണ് ഫസ്റ്റ് റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കിയത്. എന്തിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. The world's rail transport commented by running the locomotive Stephenson rocket built by George Stephenson on ദിസ് ട്രാക്ക്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സാണ് കേട്ടോ അടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ളത് ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് എറേഴ്സ്. അപ്പോൾ എന്താ ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പറയണം. അപ്പോൾ ഞാനിവിടെ എഴുതാം. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് വണ്ണും കൊടുത്തിട്ടുണ്ട്. ദ ട്രെയിൻ ക്യാരിയിങ് കോള്. സെക്കൻഡ് വൺ എ കാരേജ് ഡ്രാഗ്ഡ് ബൈ ഹോഴ്സ് അലോങ് എ സ്പെഷ്യൽ ട്രാക്ക്. പിന്നെ ദ കോൾ കാർട്ട് യൂസ്ഡ് ഫോർ ദ ജേണി, ഡീസൽ പവേർഡ് വെഹിക്കിൾ, ഇലക്ട്രിക് ട്രെയിൻ, പിന്നെ ബുള്ളറ്റ് ട്രെയിൻ കേട്ടോ. അടുത്തത് ഇറ്റ് വാസ് ദ ബ്രിട്ടീഷ് ഹൂ സ്റ്റാർട്ടഡ് റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആരാണ് റെയിൽ ട്രാൻസ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തത്? ബ്രിട്ടീഷാണ്. ദ ട്രാൻസ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഫ്രം ഇന്ത്യ ടു യൂറോപ്പ് ബൈ സീ. അപ്പോൾ ആദ്യം അവർ നമ്മുടെ നാച്ചുറൽ റിസോഴ്സൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത് സീ വഴിയാണ്. റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് ദീസ് ഗുഡ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ടു ദി പോർട്സ്. അപ്പോൾ ഈ ഗുഡ്സൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് യൂസ് ചെയ്തിരുന്നത്. ഇന്ത്യ ഫസ്റ്റ് റെയിൽവേ ആണ് കേട്ടോ പിക്ചർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് റെയിൽവേ ഇൻ കേരളയുടെ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ബേപ്പൂർ ടു തിരൂർ. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കാം. The railways is the mode of transport that people mainly rely on for their daily travel, transportation of goods and leisure trips. A broad and extensive railway network exists in India. അപ്പോൾ റെയിൽവേസ് യൂസ് ചെയ്യുന്നത് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ, നമുക്ക് വല്ല ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ കൺട്രി വിത്ത് ദ ലോങ്ങസ്റ്റ് റെയിൽവേ സിസ്റ്റം ഇൻ ദ വേൾഡ്. അപ്പോൾ ലോങ്ങസ്റ്റ് റെയിൽവേ സിസ്റ്റം വേൾഡിലുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ദ മെട്രോ റെയിൽ സിസ്റ്റം ഹാസ് ബീൻ ലോഞ്ച്ഡ് ഇൻ മേജർ സിറ്റീസ് ഓഫ് ഇന്ത്യ ടു ഇംപ്രൂവ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ. അപ്പോൾ എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും മെട്രോ റെയിൽ എവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലെ പല സിറ്റീസിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡിൽ മെട്രോ റെയിൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. Metro rail was started to solve the traffic issues in big cities and reduce air pollution. അപ്പോൾ ട്രാഫിക് ഇഷ്യൂസും എയർ പൊല്യൂഷനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെട്രോ റെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മെട്രോ റെയിൽ സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ഓൾ ദ മേജർ സിറ്റീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഒരുവിധം എല്ലാ സിറ്റീസിലും അത് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ ആൻഡ് കൊച്ചി. അടുത്തത് അവർ ചോദിച്ചിട്ടുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ്
റെയിൽവേ ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ 3 അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിൻറ്റ്സ് അവിടെ ആഡ് ചെയ്യും കേട്ടോ. ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്, അധികം പൈസ നമുക്ക് വരില്ല. പിന്നെ ഹെൽപ്സ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്, നമുക്ക് ഒരുപാട് ഗുഡ്സ് ഇതിൽ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം, അതായത് എത്തിക്കുക, പല സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റും. പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് ഇക്കണോമിക് സിസ്റ്റം വളരാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത് പറയാനുള്ള ട്രാൻസ്പോർട്ടാണ് നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് പിക്ചർ കാണുമ്പോൾ നമുക്ക് അല്ലാതെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പിക്ചറാണ് അല്ലേ. ഫോർ വാട്ട് പർപ്പസ് ടു ഹ്യൂമൻസ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്. അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ടിനൊക്കെ ഹ്യൂമൻസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുക. അപ്പം നമുക്ക് ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾ പോയിന്റ് ഫില്ല് ചെയ്യുക കേട്ടോ. 3 എക്സ്ട്രാ ചോദിച്ചിട്ടുള്ളത്. What could be the circumstance that led humans to discover the mode of water transport? എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഹ്യൂമൻസ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഇതാക്കാൻ കാരണം? അപ്പോൾ എന്താ, ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഹ്യൂമൻസ് ആൻഡ് എനിമൽസ് ആർ അൺഎബിൾ ടു ക്രോസ് വാട്ടർ ബോഡീസ്. അപ്പോൾ നമുക്ക് പുഴ നീന്തി കടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ട് ഇതാക്കിയത്. പിന്നെ നമുക്ക് എന്ത് പറയാം, ഫോർ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, അങ്ങനത്തെ 2 പോയിൻറ്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എഴുതണമെന്നില്ല. ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഹ്യൂമൻസ് ആൻഡ് എനിമൽസ് വെർ നോട്ട് ഏബിൾ ടു ക്രോസ് വാട്ടർ ബോഡീസ് മൈറ്റ് ഹാവ് ലെഡ് ടു കൺസെപ്റ്റ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. Humans who used raft and logs made canoes by hollowing out the pit of logs by burning them. Later the invention of appropriate tools made canoe make easily. Gradually various types of boats and sailing ships were built. നമ്മൾ ആദ്യം 5 ഒക്കെയാണ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്തായി പല ഷേപ്പിൽ ബോട്ട്സും സെയിലിംഗ് ഷിപ്സൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറയുന്നത്. അടുത്ത് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ആർ ദ വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യു ഹാവ് ട്രാവൽഡ് ഓൺ. നമുക്ക് എന്ത് പറയാം, ബോട്ട്, വുഡൻ റാഫ്റ്റിൻ്റെ സ്പെല്ലിംഗ് RAFT കേട്ടോ, ഷിപ്പ്, വാട്ടർ, മെട്രോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. മേക്ക് മോഡൽസ്, അപ്പോൾ അതിൻ്റെ മോഡൽസ് നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കാം. Mesopotamian people used watercraft such as ships for trade. They built boats of various sizes that were propelled by oars and long poles. These were used for goods transportation and navigation. അപ്പോൾ മെസപ്പൊട്ടാമിയൻ പീപ്പിൾ എന്തുണ്ടാക്കി, വാട്ടർക്രാഫ്റ്റ് ഉണ്ടാക്കി, ഷിപ്സ് എന്തിനാണ്, ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ഉണ്ടാക്കിയത്. പിന്നെ ബോട്ട്സ് ഉണ്ടാക്കി എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് പറയാനുള്ളത്, വാട്ടർ ട്രാൻസ്പോർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2. 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻലാൻഡ് ആൻഡ് മാരിടൈം. ബിഫോർ ദ അഡ്വൻറ്റ് ഓഫ് റെയിൽവേസ്, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വാസ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. അപ്പോൾ റെയിൽവേസ് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി മുന്നേ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ട്രാൻസ്പോർട്ട്, ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊരു ട്രാൻസ്പോർട്ടാണ് നമ്മുടെ ഇൻലാൻഡ് മോഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത മെയിൻ മോഡായിട്ട് ഉണ്ടായത് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ ഏരിയാസ് വെർ ദർ വെർ പ്ലൻറ്റി ഓഫ് റിവേഴ്സ് ആൻഡ് ബാക്ക് waters. Later canals were constructed for this purpose. പിന്നെ എന്തുണ്ടാക്കി, കനാൽസ് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇൻലാൻഡ് വാട്ടർവേസ് ഓഫ് കേരളത്തിലുള്ള ഇൻലാൻഡ് വാട്ടർവേസിനെ പറ്റി നോക്കാം. നാഷണൽ വാട്ടർവേ നമ്പർ 3 ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം ആൻഡ് കനോലി കനാൽ ഫ്രം കോഴിക്കോട് ടു കൊടുങ്ങല്ലൂർ ആർ ദി 2 ഇമ്പോർട്ടൻറ്റ് ഇൻലാൻഡ് വാട്ടർവേസ് ഇൻ കേരള. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ആ പേര് പഠിച്ചു വയ്ക്കുക. അണ്ടിൽ ദ റെയിൽവേ സിസ്റ്റം ഗോട്ട് സ്ട്രെങ്തൻ, ഗുഡ് ട്രാൻസ്പോർട്ട് വാസ് മെയിൻലി ഡിപ്പെൻഡൻ്റ് ഓൺ ദീസ് വാട്ടർവേസ്. അപ്പോൾ നമ്മൾ ആദ്യം റെയിൽവേ സിസ്റ്റം വരുന്നതിനേക്കാൾ മുന്നേ ഇതായിരുന്നു ആൾക്കാർ സ്വീകരിച്ചിരുന്നത്. നൗ എ ഡേയ്സ് ഇൻലാൻഡ് വാട്ടർവേസ് അട്രാക്ട് കൺസിഡറബിൾ നമ്പർ ഓഫ് ടൂറിസ്റ്റ്. ഇപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അടുത്തത്, യൂറോപ്യൻസ് ഗേവ് ഇമ്പോർട്ടൻസ് ടു വാട്ടർ ട്രാൻസ്പോർട്ട് ടു ഇംപ്രൂവ് ട്രേഡ് വിത്ത് ഇന്ത്യ. അപ്പോൾ യൂറോപ്യൻസ് എന്തിനാണ്, ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് വാട്ടർ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിരുന്നത്. ഏർലിയർ യൂറോപ്യൻസ് ബിൽഡ് കനാൽസ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് കോൾ ടു സിറ്റീസ്. ഗ്രാജുവലി സച്ച് കനാൽസ് ബിഗാൻ ടു ബി യൂസ്ഡ് മെയിൻലി ഫോർ വാട്ടർ ട്രാൻസ്പോർട്ട്. അപ്പോൾ പിന്നെ കനാൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വാട്ടർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. കനോലി കനാൽ, പാർവതിപുത്ര
പുത്തനാർ എക്സെട്ര ആർ സം ഓഫ് ദ കനാൽസ് ബിൽഡ് ഇൻ കേരള. അപ്പോൾ കേരളത്തിലുള്ള കനാൽസ് ഏതൊക്കെയാണ്? കനോലി കനാൽ, പാർവതി, പുത്തനാർ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആലപ്പുഴ നോൺ ആസ് ദ വെന്നീസ് ഓഫ് ഈസ്റ്റ് ഹാസ് മെനി കനാൽസ്. അപ്പോൾ വെന്നീസ് ഓഫ് ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആലപ്പുഴയാണ്. അവിടെ കുറേ കനാൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കനോലി കനാലാണ് കേട്ടോ. HV കനോലി, ദ ഡിസ്ട്രിക്ട് കളക്ടർ ഓഫ് മലബാർ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾഡ് പ്രൊപ്പോസ്ഡ് എ ബ്രോഡ് വാട്ടർവേ ഫ്രം കോഴിക്കോട് ടു കൊടുങ്ങല്ലൂർ ഇൻ 1845. ലേറ്റർ കനാൽസ് വെർ ബിൽഡ് കണക്ടിംഗ് ദ റിവർ അപ് ടു കൊടുങ്ങല്ലൂർ ഇൻക്ലൂഡിംഗ് പൊന്നാനി ആൻഡ് ചാവക്കാട് റീജിയൻ. അപ്പോൾ ഈ പൊന്നാനി ചാവക്കാട് റീജിയൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കനോലി കനാൽ വന്നു. ദിസ് വാട്ടർവേ ദർ ആഫ്റ്റർ വാസ് നോൺ ആസ് ദ കനോലി കനാൽ. അപ്പോൾ ആ ഒരു വാട്ടർവേ, അപ്പോൾ ഏതൊക്കെ ആണ് കണക്ട് ചെയ്യണമെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് പാർവതി പുത്തനാർ. പാർവതി പുത്തനാർ ഈസ് എ കനാൽ കണക്റ്റിംഗ് വേലി കഠിനംകുളം ബാക്ക് വാട്ടേഴ്സ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് കേട്ടോ. അപ്പോൾ അത് നോക്കാം. ഇൻ ദ പാസ്റ്റ് ഇൻ്റർനാഷണൽ ട്രാവൽസ് ആൻഡ് ഗുഡ് ട്രാൻസ്പോർട്ട് വെർ മോസ്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ മറൈൻ ടൈം ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ നമ്മൾ വേറെ രാജ്യത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് പണ്ട് നമ്മൾ കടലിൽ കൂടെയാണ് പോയിരുന്നത് അല്ലേ. ഇപ്പോഴാണ് നമ്മൾ എയറോപ്ലെയിൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് സെയിലിംഗ് ഷിപ്പ് നാവിഗേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിൻഡ് ഹാസ് ഇംപ്രൂവ്ഡ് മാരിടൈം ട്രാൻസ്പോർട്ട് that marked on increase in the number of voyages on other countries. With the invention of steam engine, steam powered sailing ship. പിന്നെ നമ്മൾ സെയിലിംഗ് ഷിപ്പിലോട്ട് വന്നു. നമുക്ക് വേറെ കൺട്രീസിലൊക്കെ പോകാം. വേർ ബിൽഡ് ആൻഡ് സീ വോയേജസ് ബിക്കം സേഫർ. ലേറ്റർ ഫ്യൂവൽ പവേർഡ് ഷിപ്പ് കെയിം ഇൻ ടു ബീയിങ്. പിന്നെ ഫ്യൂവൽ പവേർഡ് ഷിപ്പ് വന്നു കേട്ടോ. സെയിൽ ഷിപ്പ് കണ്ടോ. പിന്നെ നമ്മൾ നോർമൽ ഷിപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മാരി ടൈം ട്രാൻസ്പോർട്ട് ഈസ് പോസിബിൾ ത്രൂ കോസ്റ്റൽ വാട്ടർവേസ് ആൻഡ് ഇൻ്റർനാഷണൽ വാട്ടർവേസ്. അപ്പോൾ ഈ ടൈം ട്രാൻസ്പോർട്ട് നമുക്ക് കോസ്റ്റൽ വാട്ടർവേസിലും ട്രാവൽ ചെയ്യാം, ഇൻ്റർനാഷണലും നമുക്ക് വേറെ രാജ്യത്തേക്ക് കിടക്കണമെങ്കിലും കടൽ കിടക്കണ്ടേ, അപ്പോൾ അങ്ങനെയും ചെയ്യാം. കോസ്റ്റൽ വാട്ടർവേസ് ട്രാൻസ്പോർട്ട് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ബിറ്റ്വീൻ പോർട്സ് ലൊക്കേറ്റഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദി കൺട്രി, ബട്ട് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ബിറ്റ്വീൻ പോർട്സ് ഓഫ് അതർ കൺട്രി ത്രൂ ഇൻ്റർനാഷണൽ വാട്ടർവേസ്. ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ടേക്ക് പ്ലേസ് മെയിൻലി ത്രൂ ദിസ് വാട്ടർവേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കയറ്റി മതിക്കാനുണ്ടെങ്കിലും ഇറക്കാനുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഈ വാട്ടർവേസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അവിടെ ചോദിച്ചിട്ടുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കൊടുക്കാം. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, എ ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ. കുറച്ച് പൈസയാണ്, പൊല്യൂഷനും കുറവാണ് കേട്ടോ. A port is a place where a ship docks on the seashore. Which are the major ports in Kerala? അപ്പോൾ കേരളത്തിലെ മേജർ പോർട്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതി വെക്കുക കേട്ടോ, മാപ്പ് യൂസ് ചെയ്തിട്ട്. അടുത്തത് പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് ദ മീൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഓൾറെഡി നമ്മൾ ഈ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്ത് നമുക്ക് എയർ ട്രാൻസ്പോർട്ടാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക്